എടി ശ്വേത, നിന്റെ ടിഫിൻ ബോക്സ് എങ്ങനത്തെയാ? എന്റെ ഹോട്ട് ബോക്സ് ആടാ. അമ്മ രാവിലെ വെച്ച സാമ്പാർ ഉണ്ടല്ലോ, അതിപ്പോഴും അതിന്റെ ചൂട് പോവാതിരിക്കും. ഓ, നിന്റെ ടിഫിൻ ബോക്സോ? എന്റെ തട്ട് ടിഫിൻ ബോക്സാ. ഇതിൽ കറി വേറെ, ചോറ് വേറെ, സെപ്പറേറ്റ് വെക്കാം. നൈസ്ഡാ. എടാ ദിനേശേ, നീ ഏത് ടിഫിൻ ബോക്സ് യൂസ് ചെയ്യുന്നേ? നോർമൽ ടിഫിൻ ബോക്സ് ആടാ. എന്റെ അമ്മ അതേ ചോറും കറിയൊക്കെ ഇതിൽ മിക്സ് ആക്കിയിട്ട് എങ്ങനെ തന്നെ അടച്ചു വെക്കും, അത്രേ ഉള്ളൂ. ഓ, എടാ വേലു, നിന്റെ ടിഫിൻ ബോക്സ് നോക്കട്ടെ. മച്ചനെ, നീ കൊണ്ടുവന്ന ബിരിയാണി സൂപ്പർ ആയിരുന്നിട്ടാ. അത് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഞാൻ സെക്കൻഡ് പീരീഡ് കഴിച്ചില്ലേ. ആ, അതാണല്ലേ വെയിറ്റ് ഇല്ലാത്ത. ഞാൻ എന്നാറാ ടിഫിൻ ബോക്സ് കൊണ്ടുവന്നിട്ടുള്ളേ. അഭിഷേക്, ആനുവൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് കുറെ നാളായിട്ട് സ്കൂളിലേക്ക് വരല്ലേ? ക്ലാസ് റൂം പെയിന്റ് ഒക്കെ അടിച്ച് അപ്ഗ്രേഡ് ചെയ്ത് കിടിലൊക്കെ ഉണ്ടാവും. അതേടെ വേലു, നമ്മുടെ ക്ലാസ് റൂം കിടിലായിട്ടുണ്ടാവും. ഇതെന്താടെ പ്രേതപടത്തിലെ വീടാ? അതേടെ ഫുള്ള് മാറാലേം പൊടിയും. സാർ, നിങ്ങൾക്ക് ഫസ്റ്റ് പീരീഡ് ഫ്രീ പീരീഡ്. എല്ലാവരും ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കാൻ പോവാണ്. ഈ ക്ലാസ് റൂമിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. 10 പൈസ മുടക്കി ഇത് ക്ലീൻ ചെയ്യിപ്പിക്കുകയില്ല, പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യും. ഏ അഭിഷേക്, ഹാൻഡ്സ് അപ്പ്. നിന്റെ ഗണ്ണുണ്ടെങ്കിൽ എന്റെ കത്തിണ്ടാ. ഇത് കണ്ടാ, നീ പേടിക്കണ്ട. ഇത് ഗണ്ണല്ലടാ, ഇത് പെന്നാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇത് വെച്ച് എഴുതണേ. ഇതും പേനയാ. എടാ വേലു, ഇത് നോക്കി എന്റെ ലിപ്സ്റ്റിക്ക്. എന്താ ശ്വേത, ലിപ്സ്റ്റിക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതും പേനയാ. അതിനെന്തിനാ ഒച്ച വെക്കുന്നേ? ദാ ഇത് കഴുകി, BP കുറയട്ടെ. ഇത്രയും വലിയ ക്യാപ്സ്യൂളോ? പേന എങ്ങനെയുണ്ട്? സാർ, അതിൽ ഓട്ടയിട്. സാർ, സാർ എന്റെ റെക്കോർഡിന് ഓട്ടയിടുന്നു സാർ. എടാ, നിനക്ക് 10 മാർക്ക് കിട്ടിയില്ലേ? സാർ, കഷ്ടപ്പെട്ട് എഴുതിയതാ സാർ. സാർ, സാർ ഓട്ടയിടലെന്ന് പറ സാർ. സാർ, ആരെങ്കിലും ഒന്ന് പറയൂ സാർ. സാർ, ഞാൻ പറയുന്നത് കേക്കോ സാർ? അത് ഓട്ടയിടലെന്ന് പറ സാർ. Please സാർ. ശ്ശോ. എടാ ദിനേശേ, ആ, എന്താടാ? നിന്റെ പെൻസിൽ ബോക്സ് നോക്കട്ടെ. എനിക്ക് പെൻസിൽ ബോക്സ് ഒന്നുമില്ലടാ. എനിക്ക് ആകുള്ളത് ഈ ജോമെട്രി ബോക്സ് ആണ്. ഇതിലാണ് ഞാൻ എന്റെ പെൻസിൽ, പെന്ന്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലെ വെക്കാറ്. എന്റെ ലോകം ഇത്രേ ഉള്ളൂ. ആടാ, അതിനിപ്പോ എന്താ? എടാ, നിന്റെ നോക്കട്ടെ. എന്റെ പെൻസിൽ ബോക്സിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ബോറടിച്ചിരിക്കുമ്പോൾ ഗെയിം കളിക്കാനായിട്ട് ഇതിൽ ഇങ്ങനെ ഒരു ഗെയിം വന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു കണ്ണാടി വന്നിട്ടുണ്ട്. കണ്ണാടിയൊക്കെ ഇങ്ങനെ നോക്കാം. പിന്നെ ഫ്രീ സ്പേസ് വേറെയും തന്നിട്ടുണ്ട്. അറ്റാച്ച്ഡ് ഷാർപ്പനറുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എടാ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എടി ശ്വേത, നിന്റെ പെൻസിൽ ബോക്സ് നോക്കട്ടെ. എനിക്ക് പെൻസിൽ ബോക്സ് ഒന്നുമില്ല. എനിക്ക് ആകെ ഒരു പൗച്ച് മാത്രമേ ഉള്ളൂ. ഈ പൗച്ചിലാണ് ഞാൻ എന്റെ പെൻസിൽ, പേന, ഹെയർ പിൻ, ലിപ്സ്റ്റിക്, ഐലൈനർ എല്ലാം ഞാൻ ഇതിലെ വെക്കാറ്. നൈസ് നൈസ്. വേലു, എന്താ സ്വേ നിന്റെ പെൻസിൽ ബോക്സ് കാണിച്ചേ? എന്റെ പെൻസിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലെ സിബാണ്. ഇതിലാണ് ഞാൻ എന്റെ എല്ലാ ഐറ്റവും വെക്കാറ്. ഈസി. ഗായ്സ്, ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലേ? ഫസ്റ്റ് നീ കാണിക്കേ. ഇത് നോർമൽ പേനയല്ലേ? നോർമൽ പേനയൊന്നുമല്ല, ടോർച്ച് ലൈറ്റ് പെൻ. ഇത് ലെഡ് പെൻസിലല്ലേ? ലെഡ് പെൻസിലാന്നാ വിചാരിച്ചേ. ഇത് തട്ടായിട്ട് വെക്കുന്ന റബ്ബറാ. ശ്വേത, നിന്റെ എന്താ ഉള്ളേ? ഗ്ലിറ്റർ പെൻ. മച്ചാനെ, ബോള്. ഇതിലെന്താടാ വ്യത്യാസം? ഷാർപ്പനറാണ് മച്ചാ. ഇതിങ്ങനെ മുനച്ചിട്ടേ ഇങ്ങനെ കളയാൻ പറ്റും. വേലു, എന്റെ കയ്യിൽ ഫ്രൂട്ട്സ് ഉണ്ടടാ. നല്ല സ്മെല്ലുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അത് റബ്ബറാടാ. ശരി 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 ശരി. എടാ അഭിഷേകേ, എടാ നമ്മുടെ ശ്വേതനെ കാണുന്നില്ലല്ലോ. ഓ, ശ്വേതയാ? അവൾക്ക് ഈ സ്കൂൾ അങ്ങോട്ട് ശരിയായില്ല. അവള് വേറെ സ്കൂളിലേക്ക് പോയടാ. എടാ, അവളുടെ വീട്ടിൽ പോയി അന്വേഷിക്കായിരുന്നില്ലേ? ആടെ അന്വേഷിച്ചായിരുന്നു. കുറച്ചു പേര് പറയുന്നത് അവരവിടം വിട്ട് പോയെന്നാണ്. വേറെ കുറച്ചു പേര് പറയുന്നത് അവള് USA പോയെന്നാണ്. ചിലരൊക്കെ പറയുന്നതേ അങ്ങനെ ഒരു പെണ്ണേ ഇല്ല, അവളൊരു പ്രേതമാണെന്നാണ്. ആരെയാ വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല വേലു. എടാ, ഒരാഴ്ച ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ നീ എന്നെ പ്രേതമാക്കൂലടാ പന്നി. എടാ വേലു, നീ എന്തിനാ മേലോട്ട് നോക്കുന്നേ? നീ US പോയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ മേലെ എയർപ്ലെയിൻ നോക്കിയതാ. വേലു, എന്താ ശ്വേത? കുറച്ചൊരു ഫാൻ ഒന്ന് ഓഫ് ചെയ്യടാ, എനിക്ക് തണുക്കുന്നടാ. ആണോ? ശരി, ഞാൻ ഓഫ് ചെയ്യാട്ടോ.
താങ്ക്സ് ടാ. ഏതവനുണ്ട് ഫാൻ ഓഫ് ചെയ്തേ? മച്ചനെ ഞാനാണ് ഓഫ് ചെയ്തത്. എന്തിനുണ്ട് ഓഫ് ചെയ്തേ? എടാ ശ്വേതയ്ക്ക് തണുത്തിട്ട്. ഇവിടെ ചൂടെടുത്ത് ചത്ത്, നീ ഓണാക്ക്. എടാ എനിക്ക് തണുക്കുന്ന കുഴപ്പമില്ല, പക്ഷെ അടുത്തിരിക്കുന്ന സ്വാദില്ലേ, അവൾക്ക് ഒട്ടും വയ്യടാ. ഒന്ന് ഓഫ് ചെയ്യടാ പ്ലീസ്. ഡാ വയ്യെങ്കിൽ ഇവിടുത്തെ വീട്ടിലിരിക്കാൻ പറ, നീ ഫാൻ ഓണാക്ക്. വേലു നീ ഓഫാക്ക്. നീ ഓണാക്കടാ. ഓഫാക്കടാ. ഓണാക്ക്. ഓഫാക്കടാ. എടാ ഓണാക്കാൻ. ഓഫാക്ക്. ഓണാക്കടാ. ഓഫാക്ക്. ഓണാക്ക്. നിർത്തുവോ? നിങ്ങളോട് രണ്ടുപേരും കൂടിയാണ്. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയോ? ദേ ഈ സ്വിച്ച് ബോർഡിന്റെ അടുത്ത് ഇരുന്നു പോയതാണ്. വാനിയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇവിടെ ഇരിക്കുമ്പോ കേട്ടാ. ആ വേലു നീ പോകുന്നേക്കുള്ള ആ പോണ വഴിക്ക് ഫാൻ പിന്നെ ഞാൻ ഒലക്കി അടിക്കും പൊടി. എടാ അഭിഷേകേ, നീ എന്താടി കാണിക്കണേ? കാറൊക്കെ ആയിട്ടാണല്ലേ വന്നേക്കണത്. ഫ്യൂച്ചറിൽ അജിത് റേസിംഗ് പോലെ അഭിഷേക് റേസിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഞാൻ. എടാ ടീച്ചർ ചീത്ത പറയൂട്ടാ. എന്തിനാടാ ചീത്ത പറയുന്നേ? ഇതൊരു പെൻസിൽ ബോക്സ് ആടാ. എങ്ങനെയുണ്ട്? നിന്റെ കയ്യിൽ കാറുണ്ടെങ്കിലേ എന്റെ കയ്യിൽ കിടിലം ബസ് ഉണ്ടാ. ഇതെപ്പോഴാടാ വാങ്ങിയേ? മച്ചാനെ ഇതിന് 3 ബെർത്ത് ഉണ്ട്. അപ്പർ ബെർത്ത്, മിഡിൽ ബെർത്ത്, ലോയർ ബെർത്ത്. പിന്നെ പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് പെൻസിൽ ഉള്ളിലിടൂ, ഷാർപ്പായിട്ട് പുറത്തിറക്കും. പിന്നെ വേസ്റ്റ് ഇങ്ങനെ കൊട്ടാ കുപ്പയിൽ തട്ടാ. ശ്വേത, വേലു ഇത് നോക്കൂ, ഞാൻ പറയുന്നത് കേക്കൂ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിയേ, മുട്ട ട്രേ പോലെ പെൻസിൽ ട്രേ. ഇവിടെ നമുക്ക് ടൈം ടേബിൾ ഒട്ടിക്കാം. പിന്നെ നീ അധികം സംസാരിക്കണമെങ്കിൽ നിന്റെ വായിൽ ഒട്ടിക്കാൻ ടാപ്പ്. ഇതാ ഇവിടെ നോക്കി കത്രികയുണ്ട്. പിന്നെ ഈ സൈഡ് നോക്കിയാൽ ഷാർപ്പനർ ഉണ്ട്. അടുത്ത സൈഡ് നോക്കിയാൽ റബ്ബർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് അൺലോക്ക് ചെയ്താലുണ്ടല്ലോ ഇങ്ങനെ ഒരു സ്കെയില് വരും. എന്താണ് ശ്വേത, സ്റ്റേഷനറി ആണല്ലോ ബോക്സില്. ദാ ഇനി നീ ആ ക്ലാസ് ലീഡർ. വേലു ഇനി നീ ഈ ക്ലാസ്സിലെ വലിയ ആള്. എനിക്ക് ഈ പദവി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മിസ്. ഞാൻ സ്റ്റാഫ് റൂം വരെ പോയിട്ട് വരാം, നീ ക്ലാസ് നോക്കിക്കോ. മിസ് പോയിട്ട് വാ, ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം. സംസാരിക്കുന്ന ആരെങ്കിലും എന്റെ കണ്ണി കണ്ട പച്ചയ്ക്ക് കത്തിച്ചു കളയും ഞാൻ. എടാ കഴിഞ്ഞ ദിവസം നീ ഒരു സിനിമ കണ്ടില്ലേ? ഏതാ പടം? എടാ മിണ്ടായിരിക്കട്ടെ, ലീഡർ നോക്കണം. അവൻ നമ്മുടെ പയ്യനാണ്. മച്ചാനെ സുഖല്ലേ? ചിരിക്കുന്നോ നീ? വേലു മിസ്, ആരൊക്കെ സംസാരിച്ചേ? ഈ സ്കൂൾ എനിക്ക് കോയിൽ മാതിരി, ഈ പദവി എനിക്ക് ദൈവം മാതിരി. നിന്നെ കാണുമ്പോ പ്രാന്തം മാതിരി. മിസ്, ഈ തെണ്ടിയാ സംസാരിച്ചത്. അഭിഷേക് എഴുതേക്ക്. മച്ചാനെ നീ ക്ലാസ് ലീഡറായി എന്താ ചെയ്യുമ്പോ വന്നേ? ആർക്കും പണി കൊടുക്കാണ്ട് എല്ലാരും സംസാരിക്കാൻ വിടൂടാ. എനിക്കൊക്കെ പണി വരുമോ നീ? നിന്നെയൊക്കെ ഞാൻ സംസാരിക്കാൻ വിടൂടാ. ആ ഗായ്സ്, ഇന്നാരാണ് പുതിയ പുതിയ പേന കൊണ്ടുവന്നിട്ടുള്ളത്? എൻ്റെ ഒരു പേനയുണ്ട്. ഗായ്സ് എല്ലാവരും മേലോട്ട് നോക്ക്. ഹേയ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത ഡിസൈൻസ് ഒക്കെ വരും. എടാ വേലു, എൻ്റെ ഒരു പേനയുണ്ടടാ, മാഗ്നറ്റിക് പെൻ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത പേന ഉണ്ടാവും. ഇത് ഫുള്ള് മാഗ്നറ്റിക് ആണ്. പിന്നെ അതിൽ മാറ്റി മാറ്റി വെക്കാൻ ഒരുപാട് ബോൾസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റാർസ്, ചെയർ, കണ്ടില്ല എല്ലാം പറ്റും. വേലു ഇതെന്ത് പേനയാടാ? ഇതിലും പേനയുണ്ട്. ഒരു മിനിറ്റ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ? ഡാ വേണ്ടടാ, സാറ് വരുന്നടാ. എടി ഓഫ് ചെയ്യടി. ഇപ്പൊ ഓഫ് ചെയ്യാം. ഓ വാവ് വേലു. ആരാടെ ക്ലാസ്സിൽ ലൈറ്റ് ഓഫ് ചെയ്തത്? അയ്യോ He smiled uncomfortably. ദിനേശ്, സാർ, നീ എന്തിനാണ് നട്ടുച്ചയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഷോ കാണിച്ചിരിക്കുന്നത്? ചെങ്കണ്ണാണ് സാർ. എടാ കുമാരേ, നിനക്കെന്ത് പറ്റി? എനിക്കും ചെങ്കണ്ട സാർ. എടാ വേലു, നിനക്കും ചെങ്കണ്ണാണോ? സാർ അതെ, എനിക്കും ചെങ്കണ്ണ. ഇതെന്താണ് എല്ലാവർക്കും ചെങ്കണ്ണാണോ? എടാ വേലു നിനക്കും വന്നോടാ ചെങ്കണ്ണ്? ഏയ് ചുമ്മാ സ്റ്റൈലിന് വേണ്ടി വെച്ചതാ. എങ്ങനെയുണ്ട്? മാസല്ലേ? സൂപ്പർ ആയിട്ടുണ്ടടാ. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഫ്രേസസ്. ഫ്രേസസിൽ തന്നെ പലതരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഓക്കെ സ്റ്റുഡൻസ്, ലഞ്ച് ബ്രേക്ക് ആയി, എല്ലാരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. നീ ലഞ്ച് കഴിക്കാൻ പോയില്ലേ? എന്റെ ക്ലാസ് നിനക്ക് അത്ര ഇഷ്ടം? എടാ വേലു, എൻ്റെ ഒരു മാസ് പേനയുണ്ടടാ. മാസ് പേന. മോസിക്ക് വാങ്ങിയതും പോരാ മാസാണെന്ന്. എന്റെ പെണ്ണ മിണ്ടായിരിക്കണേ. ഇത് കണ്ടോടാ. എന്താണത്? ഈ പേനയുടെ പ്രത്യേകത പറയും മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിക്കാം. ഹാവ് എ ലുക്ക്. ഈ കണ്ണാട എവിടുന്ന് വാങ്ങിയേ? നന്നായിട്ടുണ്ടല്ലോ. കൊള്ളാല്ലേ? ഈ കണ്ണട ഉണ്ടാക്കിയത് ഈ പേനോണ്ട് എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ? ആ പേനോണ്ട് ഈ കണ്ണാടി ഉണ്ടാക്കിയെന്നാ. യെസ്, അബ്സല്യൂട്ട്ലി ഡാ. ഇത് വെച്ച് ഞാൻ യൂഫിൽ ടവർ ഉണ്ടാക്കിയിട്ടുണ്ടടാ. ഓ വാവ്.
ഇതാണ് 3D പെൻ. ഈ പേനയിലെ ഈ ട്യൂബ് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇത് ഇതിൽ തിരികെ വെച്ചിട്ട് ഈ ബട്ടൺ അമർത്തിയാൽ ഇതിങ്ങനെ ചൂടാവും. അതുകൊണ്ട് ആ ട്യൂബ് ഇങ്ങനെ ഉരുകിയിട്ട് ഒരു ലെയർ ഇങ്ങനെ ഫോം ആവും. ഇത് വെച്ച് ക്രിയേറ്റീവ് ആയിട്ട് നിറയെ കാര്യങ്ങൾ ചെയ്യാടാ. ശ്വേതു, നീ അതൊന്ന് സെറ്റ് ചെയ്ത് തന്നെ. ഞാൻ ഒരെണ്ണം ചെയ്തു നോക്കട്ടെ. എന്താ നീ ഒന്ന് ചെയ്തു നോക്ക്. ഞാൻ ചെയ്തതാ, നീ ഇത് കണ്ടാ? 143 എന്ന് പറഞ്ഞ ഐ ലവ് യു എന്നല്ലേ? വേലു, ഞാൻ നിനക്ക് ഒരെണ്ണം ചെയ്ത് കാണിക്കട്ടെ. വേലു, 420 എന്നുവെച്ചാ അത് നീ എനിക്ക് തരാനുള്ള കാശാണ് തേണ്ടി.